വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്റെ എല്ലാമായ എന്റെ രഞ്ജിതേട്ടന് പാലിന്റെ പായസം കുടിക്കാൻ ഒരു പൂതി എന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു. എനിക്ക് പാലിന്റെ പായസം കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാ മുത്തേ ഞാൻ ജീവിച്ചിരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ എല്ലാമായ എന്റെ രഞ്ജിതേട്ടന് ഞാൻ പാലിന്റെ പായസം ഉണ്ടാക്കാൻ പോണു ഗൈസ്. പാലട പായസം ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പാലട പായസം ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. തന്നെ ഞാൻ യൂട്യൂബിൽ ഇടാണ്. നിങ്ങൾ അതെന്റെ ചാനൽ കണ്ടിട്ട് വേണം എല്ലാവരും പാലട പായസം വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ. നമുക്ക് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. വാ പാലട പായസം ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കണം. അല്ലാണ്ട് നമുക്ക് പാലട പായസം റെഡിയാവില്ല. നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് ഒന്ന് കൂട്ടി വെക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിലെ വെള്ളക്കൊന്ന് വറ്റുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടണം. നമ്മുടെ ആവശ്യാനുസരണമാണ് പഞ്ചസാര ഇടേണ്ടത്. ഈ ക്യാമറ പിടിക്കുന്ന ആൾക്കാണ് പായസം കുടിക്കണം ഭയങ്കര ആഗ്രഹം. എന്നിട്ട് ഞാൻ ഈ സംസാരിക്കണേ പുച്ഛഭാവം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് എന്തിനാണ് നന്ദന ഓവർ എക്സ്പ്രഷൻ അങ്ങനെ കിടണേന്നുള്ള. ഓട്ടോമാറ്റിക്കലി എനിക്ക് അങ്ങനെ വരാറുണ്ട് ഗൈസ്. ഞാൻ മാക്സിമം ഞാൻ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പറയണ കാരണം. എനിക്കത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയൊക്കെ വരും കണ്ണോട് കാര്യമുണ്ടൊക്കെ. ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പം തുടങ്ങിയതല്ല, അത് പണ്ട് മുതലേ ഉള്ള പരിപാടിയാണത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വീട്ടിൽ സംസാരിക്കുന്നുണ്ട് എന്തോ ഗൈസ്, എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട് ഗൈസ്. നമ്മളെന്തോ ഇളക്കാനോ ഗൈസ്. അങ്ങനെ പഞ്ചസാര ഇട്ടതും ഫ്ലോപ്പായെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ എൻ്റെ എല്ലാം മഹിളയുടെ കയ്യിൽ കൈ കടന്നിട്ടുണ്ട്. എന്താണ് ഉണ്ടായത് ഇതില് പെട്ടെന്ന് മല്ലയ്യ? എന്തുണ്ടായേ പറ. എന്നെ അപ്പൊ മഞ്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒരുപാട് പഞ്ചസാര ഇട്ടു എന്നൊക്കെ പറഞ്ഞ പഞ്ചസാര ഇരുന്നോട്ടെ. ബുദ്ധിയില്ലാത്ത എല്ലാമയ എൻ്റെ ഇൻസ്റ്റാഗ്രാം പഞ്ചസാര എടുത്ത് മാറ്റി കളയാണ്. മനസ്സിലാവുന്നില്ല എന്തിനാ മാറ്റി കളയുന്നുള്ളത്. എന്ത് വിധി ഇത്. ഫസ്റ്റ് തന്നെ നമുക്ക് പുകയും തീയൊക്കെ വന്നുകൊണ്ട് നമ്മളിനി അടുത്തത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞു. ആദ്യം നമ്മൾ പഞ്ചസാര ഇട്ടത് അതൊന്ന് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ഒന്നും ആയിട്ടില്ല പോകുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തപ്പോഴേക്കും ഒരു മണമൊക്കെ വന്ന് പൊട്ടണം. ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉള്ളിയിൽ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. ആ പാത്രം കരിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ അടുത്ത പാത്രം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ പാലട പായസം കുളമായി ഗൈസ്. ആരും എന്നെ കണ്ട് ഉണ്ടാക്കരുതെന്ന് ഞാൻ പറയില്ല. അവസാനം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്നെ കണ്ട് ഉണ്ടാക്കിക്കോളാൻ. ആ പാത്രത്തിൽ മൊത്തം കരിഞ്ഞു പോയി. ഉരുളി മൊത്തം നാശമായി. എന്ത് ചെയ്യാൻ, എനിക്ക് എൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധി തന്നെയാണ്. എൻ്റെ ഉമ്മി രഞ്ജിതർ എന്തോ കാണിക്കണം അവിടെ. എൻ്റെ പാത്രം കരിഞ്ഞു പോയി ഗൈസ്. നമുക്ക് ഇനി ഇതൊന്നും നടപടിയൊന്നും ആവില്ല. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് പാലൊഴിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. കുറച്ച് വെക്കാണ്ട് ഗ്യാസ് മനുഷ്യനെ കുറച്ച് വെച്ചോടത്. ആരെങ്കിലും വല്ല അമ്മ പാത്രം തരുന്നതാ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ. ഇത് പൊട്ടിത്തെറിക്കണു വെന്തി ശാരദ. പൊട്ടിത്തെറിക്കണേ ഇങ്ങനെ പൊന്തിച്ചു വന്നോളൂ ഗൈസ്. ഭഗവാനെ ഉരുളി എന്താ ചെയ്തപ്പോ? ഉരുളിയിലിപ്പോ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? അത് പറഞ്ഞെ ഉരുളിയില് യൂട്യൂബില് അമ്മായി പറഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കിയതാ. പഞ്ചസാര ഇട്ടിട്ട് എന്തിനാ ഇളക്കണു? ഞാനൊന്നും പറയില്ല ഇളക്കാൻ. യൂട്യൂബിലെ അമ്മായിയാണോ നിങ്ങള്? നമുക്ക് ഈ പാത്രമുള്ളൂ അപ്പൊ അതുകൊണ്ട് പൊട്ടിത്തെറിക്കണൂനെ. പൊട്ടിത്തെറിക്കാൻ വെച്ചിട്ടല്ലേ? അല്ല ഇപ്പൊ പൊട്ടിത്തെറിച്ചതാ. ഞാൻ സത്യല്ലേ എന്താ ചെയ്യണ്ട. ആദ്യം തന്നെ അത് ഇറക്കി ഇവിടെ വെച്ചിട്ട് പാല് പൊട്ടിച്ചു വെച്ചിട്ട് ഒരു ലേശം ഈ വെള്ളം എടുത്തിട്ട് കവറ വെച്ചിരിക്കുക. പായസം വെക്കാൻ എന്താ ചെയ്യാ? യൂട്യൂബ് ചാനലുകാർക്ക് അറിയില്ല. യൂട്യൂബ് ചാനലുകാരി ഇതല്ല പണി. വേഗം വേഗം ഇവിടെ
എന്റെ പൊന്നമ്മ ഒരു പാക്കറ്റ് കൂടി പാല് പൊട്ടിക്കണ്ട അതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്തിനാ വെള്ളം ഒഴിക്കല്ലേ? തരം വെള്ളം ഒഴിക്കല്ലെന്ന് അമ്മ ഭീഷണിപ്പെടുത്തത് ഗൈസ്. ഒഴുക്കി കത്രികൊന്നും വേണ്ട. വാഴോട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പണ്ടൊക്കെ കത്രികണ്ടായിട്ടാണോ ജീവിച്ചിരുന്നേ? അല്ല. ഞാൻ ഇത് കണ്ടിട്ട് നിങ്ങൾ എന്താ വാഴോട്ട് പൊടിച്ചിരുന്നു പറയണ്ട. ഇത് നമ്മളെ വീട്ടുകാർ മാത്രമല്ല കുടിക്കുന്നുള്ളൂ. ഞാൻ കുക്കറി ഷോയുടെ പരിപാടിക്കൊന്നും പോണേ. വീട്ടുകാർ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയതാ സ്ഥലം പറഞ്ഞിട്ട് നല്ലോണം അടിച്ചൊക്കെ ഇളക്കും. പാല് മുഴുവൻ പോയി. പാലിനൊക്കെ എന്താവല്ലേ? മുഴുവൻ പോയിട്ടൊന്നുമില്ല. ഒരു പശുവിന്റെ തുണ്ട് പോയുള്ളൂ. ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഇതൊന്ന് കൂട്ടി വെക്കോ? ഈ പഞ്ചസാര ഇട്ടിരുന്നില്ലേട്ടാ. പഞ്ചസാര ഇട്ടില്ലേ? പഞ്ചസാര ഇട്ടിട്ടാണ് നശിച്ചാൽ അമ്മൂമ്മ. ലൈൻ കട്ട് നമ്മള് പാല് ഒഴിച്ചിട്ട് ഇതാക്കിന്റെ ഗൈസ്. ഇനി അതിന്റെ തിളച്ച് വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മിക്സിന്റെ പേരാണ് പാലട മിക്സ്. സൂര്യക്കടയിലെ പാലട മിക്സ് ഇട്ടിട്ട് നമ്മള് കാണിച്ചു തരാം. പാലട മിക്സിന്റെ പാക്കറ്റ് ഞങ്ങൾ അങ്ങനെ കൊണ്ടിട്ട് അടിക്കണം. ഇതാ ഞമ്മ ഇതാ പാലട മിക്സിന്റെ ഇതിട്ടിട്ട് നമ്മള് ഇതിലൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് യൂണിറ്റ് ടേസ്റ്റ് ഇലസദ്യ പാലട പായസം. തയ്യാറാക്കുന്ന വിധം ഗൈസ്. അങ്ങനെ പാൽ നമ്മൾ തിളക്കാൻ വെച്ചിട്ട് പാല് തിളച്ചിട്ടാണ് നമുക്ക് ഇത് ഇടണമെങ്കിൽ നെയ്യ് ഒഴിച്ച് ഇതിട്ട് ഇളക്കുക. സംഭവം റെഡിയാവുന്നതാണ് എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം ഇല്ലേ എന്നുള്ളത്. പാൽ ഇളക്കുന്നുണ്ട് അവിടെ. അമ്മൂമ്മ ദേവിടെ നിൽക്കുന്നു, അവിടെ ഒരാൾ നിൽക്കുന്നു, എല്ലാം കൂടി നടക്കുന്നു. എനിക്കറിയില്ല, ഇപ്പൊ തന്നെ എടുക്കുന്നുണ്ട് അമ്മൂമ്മ. ഇളക്കങ്ങട് ഇളക്കട്ടെ. അമ്മേ നമ്മുടെ പാലട മിക്സ് പൊട്ടിക്കുന്നത് ടീനാത്ത ഹൗസ് പിയോ പുലിയേഴ് ശാരദ. എല്ലാമേ കണ്ണിൽ ഉണ്ണിയായ ശാരദ. അമ്മ ഇപ്പൊ തന്നെ ഇടല്ലേ? താഴത്തെ പാലത്തിലിട്ട് ശരി എന്താ വെച്ചിട്ടോളൂ. ഇട്ടോളൂ ഇടുന്നു കഴിച്ച് ഇടുന്നു. കഴിവാൻ്റെ അമ്മയ്ക്ക് എന്റെ അമ്മ 2 പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ട്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കളറല്ലേ കൽക്കണ്ട കഞ്ഞിയേ. ഇതെന്താ പാലട കളറോ? അമ്പിസ്വാമിയുടെ കടയിലെ പാലട കളറ് ആവണ്ടല്ലേ? ഞാൻ അമ്പിസ്വാമിയുടെ പായസമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ശാരദസ്വാമിയുടെ പായസമല്ല ഞങ്ങൾക്ക് വേണ്ടത്. അമ്പിസ്വാമിയുടെ പായസമാണ് വേണ്ടത്. കേട്ടല്ലോ? നല്ല പോലെ അമ്മ എന്താ അമ്പിസ്വാമിയുടെ കളർ വരാത്ത? ഏലക്ക കൂട്ടി പഞ്ചസാര ചേർന്നിട്ടുള്ളതാ. എല്ലാം ഏലക്കായ അണ്ടിപ്പരിപ്പ് എല്ലാം. അമ്മയ്ക്ക് പണ്ട് ജോലി എന്തായിരുന്നു അറിയോ? അമ്പിസ്വാമിയുടെ അവിടെയായിരുന്നു ജോലി. അത് കാരണം അമ്മയ്ക്ക് എല്ലാം അറിയാം ഗൈസ്. ഇളക്ക് നല്ലോണം ഇളക്കുക. അപ്പൊ എന്ത് ഇങ്ങനെ വരും ആ സാധനം. എന്നിട്ട് ലേശം നെയ്യ് മീൻ ഒഴിക്കുക, ഇളക്കുക, അടച്ചു വെക്കുക. എന്നിട്ട് അത് മണക്കുന്നു കുടിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണോ? ഇനി വെള്ളം ഒഴിക്കുക. ഇളക്ക് എന്തായാലും ഇത് റെഡി ആവട്ടെ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. പാത്രം മേടിച്ചിട്ടുണ്ട്. ആ പൊട്ടുരുളി പാത്രമൊക്കെ പൊട്ടിത്തെറിച്ച് എന്റെ നെഞ്ചൊക്കെ പൊട്ടിത്തെറിച്ചു. ജിസേല് പറഞ്ഞ പോലെ പൊട്ടിത്തെറിച്ചു. ഇങ്ങോട്ടെ മണം വരുന്നത് പറയണേ. അവന്റെ അമ്മ പൂലിയാണ് തോന്നുന്നുണ്ട്. പൂലിയാണ് തോന്നുന്നുണ്ട്. പുറത്ത് കൊടുക്കേണ്ട വരും. ഇതെന്താ ഡ്രൈക്ലിങ്ങിന് കൊടുക്കണ്ടാ? പാത്രങ്ങളും കൃഷ്ണനെ വെക്കാനായിട്ട് ഇനി വേറെ നമ്മൾ സ്വർണത്തിന്റെ പാത്രം വാങ്ങും. കൃഷ്ണനെ വെച്ച് തരുവാന്നുകൊണ്ട് ഉറക്കുന്നുണ്ട്. അത് കൊടുക്കാൻ പുറത്തുനിന്ന് കൊടുത്തത് മാറ്റി തരുമോ? കറ കളയുള്ള സാധനങ്ങളുണ്ട്. അല്ലാണ്ട് ഞാൻ അതിന് ഓട്ടയാക്കട്ടെ എന്റെ അമ്മേ. ഒരു പാത്രത്തിൽ ഇനി ഇത് ആ പാത്രം വെള്ള മീൻസ് അതിന്റെ കളറാണ്. എന്താ ചെയ്ത് ഇളക്കുണ്ട് ഗൈസ്. ഞാൻ വലത് കൈ കൊണ്ട് ഇറക്കിയിരുന്നു ഞാൻ ആ പായസം. ഇപ്പൊ പോയി ഇടത് കൈയായി. പായസം ഉണ്ടാക്കുന്നവരൊക്കെ സമ്മതിക്കണേ. എല്ലാം ഉരുളിയിലിട്ട് ഇങ്ങനെ ഇളക്കണ്ടേ. എന്നിട്ട് നമ്മള് കുടിച്ച് കുറ്റം പറയുകയും ചെയ്യും. എന്താ അല്ലേ ഓരോരുത്തർ കഷ്ടപ്പാടേ. അവിടെ ഇരിക്കുന്ന ഒരാള് മോളെ വിളിച്ച് കുറ്റം പറയുന്നുണ്ട്. മോളെ എന്റെ ഉരുളി നശിപ്പിച്ചു മോളെ, മറ്റേ പഞ്ചസാര ഇട്ട് നശിപ്പിച്ചു മോളെ എന്ന് പറഞ്ഞിട്ട് ശാരദ അഞ്ജുനെ വിളിച്ച് കുറ്റം പറഞ്ഞോണ്ടിരിക്കണ്ടേ. ഒരാള് പായസം ഉണ്ടാക്കണേ പ്രോത്സാഹിപ്പിക്കുക, അപമാനിക്കുക. എന്റെ പ്രിയതമന് വേണ്ടി ഞാൻ എന്റെ കിഡ്നി വരെ കൊടുക്കും.
ബാക്കിൽ വന്നു അമ്മൂമ്മ മോളെ എല്ലാരും മോളെ വിളിച്ചു പറഞ്ഞു അഞ്ജുനെ എല്ലാം വിളിച്ചു പറഞ്ഞില്ല എല്ലാം പറഞ്ഞില്ലേ എന്റെ കുട്ടി ആദ്യം അറിയണത് എല്ലാം പറഞ്ഞില്ലേ പായസത്തില് നശിപ്പിച്ചു അതായി ഇതായി ആ തിരിയും ആദ്യം പ്രസവിച്ചേക്കണേ ഓ എന്നിട്ട് നരന്തിനെ കണ്ടാ ശരിട്ടാ ശരിട്ടാ വരും ഒരു നാൾ എന്റെ അടുത്തേക്ക് വരും. നമ്മള് നെയ്യിടാൻ പോവാണ്. എത്ര വേണമേ? പ്രാവുണ്ടല്ലേ? വീഡിയോ എടുക്കുന്ന പ്രിയതമനാണ് പായസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹത്തോളേക്ക് ചുരുള ഒഴിക്കും. കൈ കൊള്ളുമ്പോ പഠിക്കണം. കൈ വെക്കേ പച്ചവെള്ളത്തിൽ വെക്കേ പച്ചവെള്ളം തുറന്നിട് എല്ലാം പെറ്റിക്കേറ്റ് പച്ചവെള്ളം തുറന്നിട്ടെ അമ്മൂമ്മ എന്നാലും നെയ്യ് വെച്ചിട്ട് കഴിച്ചു. ഇനി പായസമായിട്ട് എന്റെ പ്രിയതമന് പായസം കൊടുക്കട്ടെ ഞാൻ. പ്രിയതമി ഗൈസ് അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോ എന്റെ എല്ലാമെല്ലാമയ്യ എന്റെ അമ്മ പായസം കുടിക്കില്ല ഗൈസ്. എല്ലാമെല്ലാമയ്യന്റെ പ്രിൻസ് തന്നെ ഞാൻ പായസം കൊടുക്കാൻ പോവാണ്. കുറച്ച് മതി മോളൂസേ. ഇത് നീ കയ്യിൽ പിടിക്കുമ്പോ അത് അടുത്ത പൊള്ളട്ടല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തില്ല ഇത്. മാംഗല്യം മാംഗല്യം ചേട്ടൻ ഇഷ്ടായോ പറ. അയ്യേന്നാ പായസം മൊത്തം ഒഴിക്കല്. അമ്മ ഇതാണ് ചിക്കൻ. ഇതല്ല, ഇത് അമ്മാവനെ മോളായിരുന്നു. അപ്പൊ നമ്മള് എന്റെ പ്രേതമ്മന് ഞാൻ പായസം കൊടുക്കാൻ പോണ ഗൈസ്. പലതില്ലേ? അയ്യോ ഫാൻ ഇട്ടു. പ്രിയതമൻ ഈ റിവ്യൂ പറയും ഗൈസ്. കുടിച്ചിട്ട് ഞാൻ കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ പ്രിയതമൻ കുടിച്ചിട്ടുണ്ട്. എന്താ പറയണ? ഇങ്ങണ്ട് പറ, ഉറക്കെ പറ. എന്റെ ഇൻസ്റ്റന്റാ പറ. അടിപൊളി. ഇതുകൊണ്ട് ഒറ്റടിക്കല് പോയി. ഒറ്റ കഴിക്കില്ലേ പറ. എങ്ങനെയുണ്ട്? നന്നായിണ്ട്. അങ്ങോട്ട് വാ രഞ്ജിത്തേട്ടാ. പോവല്ലേ? ഇങ്ങോട്ട് വാ. ഇത് പിടിക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്നൊക്കെ പറയട്ടെ എന്റെ പ്രേക്ഷകരോട്. അപ്പൊ ഗൈസ് നോക്കാം. പ്രിയതമൻ കുറച്ച് താഴ്ത്തി പിടിക്കുവോ? പ്രിയതമൻ അങ്ങനെ പായസം കുടിച്ച് ഓടി. ഞാൻ കുറച്ച് കുടിച്ചു നോക്കട്ടെ. ഗുഡ് ലക്ക്. അപ്പൊ ഗൈസ് ഇതുപോലെയാണ് പായസം ഉണ്ടാക്കുന്നത്. അമ്പിസ്വാമി ശാരദ ഇതാണ് പറഞ്ഞത്. അമ്മ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ ഉണ്ടാക്കിയ പായസം പോലെ ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്റെ പ്രിയതമനെ പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ബൈ.